സഭ തടസ്സപ്പെടുന്നതിന് പ്രതിപക്ഷത്തെ പഴിചാരിയിട്ട് യാതൊരു കാര്യവും ഇല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഭരണകക്ഷി എന്നതുപോലെ തന്നെ അനിവാര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഫങ്ഷനിങ്. പ്രതിപക്ഷത്തെ അവർക്ക് പറയാനുള്ളത് അനുവദിക്കുക എന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ എല്ലാ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് പറയാനുള്ളതിനുള്ള അവസരം നൽകുന്നില്ല എന്നതാണ് ഇവിടുത്തെ മുഖ്യമായ പ്രശ്നം. ഉദാഹരണമായിട്ട് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നു. എൻ്റെ അനുഭവം, എനിക്കൊരു 10-30 വർഷത്തെ പാർലമെൻ്ററി അനുഭവമുണ്ട്. ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഞാൻ കണ്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുമ്പോൾ അതിന് മുൻകൂട്ടി അനുവാദം വേണ്ട. എപ്പോൾ എഴുന്നേറ്റാലും പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കുക എന്നതായിരുന്നു നമ്മുടെ പാർലമെൻറ്റിലെ ട്രഡീഷൻ, ലോക്സഭയിലും രാജ്യസഭയിലും. ഇവിടെ പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് വെറും സാങ്കേതികത്വം ഉയർത്തിപ്പിടിച്ച്, അത് ശരിയല്ലാത്ത സാങ്കേതികത്വം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് കോട്ട് ചെയ്യണമായിരുന്നു. അത് ഒരു മാഗസിനിൽ, കാരവാൻ എന്ന് പറയുന്ന മാഗസിനിൽ അപ്പിയർ ചെയ്ത ലേഖനത്തിൽ നിന്നാണ് കോട്ട് ചെയ്യാൻ ഒരുങ്ങിയത്. ഒരു ലേഖനത്തിൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ, അതും ഒരു മാസിക സർക്കാരിൻ്റെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പബ്ലിഷ് ചെയ്ത മാസികയാണ്, അല്ലാതെ വെറുതെ മഞ്ഞപത്രമൊന്നുമല്ല. അത്തരം ഒരു മാസികയിൽ ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും വായിക്കാം. അത് പബ്ലിക് ഡൊമൈനിലുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിനകത്തുനിന്ന് കോട്ട് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്താൻ ഒരാവശ്യവുമില്ല, അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നിയമവുമില്ല. എന്നാൽ അങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ, കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഡിറോഗേറ്ററി ആണെങ്കിൽ, ഏതെങ്കിലും മെമ്പർക്കോ വ്യക്തിക്കോ ഡിറോഗേറ്ററി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എതിരായെന്നുള്ളതല്ല, അപമാനകരമാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള അവകാശം ഓണറബിൾ ബഹുമാനപ്പെട്ട സ്പീക്കർക്കുണ്ട്. 2, പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, അതിൻ്റെ വെറാസിറ്റി, അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് സംശയമുണ്ടെങ്കിൽ മെമ്പറോട് അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറയാം. മെമ്പർ ഒതൻറ്റിക്കേറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മെമ്പർക്കാണ്. അത് ആ മെമ്പർ ഒതൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം അത് കള്ളമാണ് എന്ന് വന്നാൽ അതിന് നടപടിയെടുക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. ഇതായിരുന്നു പ്രൊസീജിയർ. ഈ പ്രൊസീജിയറാൽ ലംഘിച്ച് ഇത് പ്രതിപക്ഷ നേതാവിനെ പറയുന്നതിൽ നിന്ന് പ്രിയംപ്റ്റ് ചെയ്തു, പറയാൻ അനുവദിച്ചില്ല. പ്രിയംപ്റ്റ് ചെയ്യാൻ എവിടെ വകുപ്പ്? ആർട്ടിക്കിൾ 105 അനുസരിച്ച്, ഭരണഘടന 105 അനുസരിച്ച് എല്ലാ മെമ്പർക്കും അവർക്ക് പറയാനുള്ള അവകാശങ്ങൾ ഉണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ പറയാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 105 ലംഘനമാണ്. ആ ലംഘനം എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ റൂളുണ്ടെന്ന് പറഞ്ഞതാ. അതായത് സീക്രട്ട്, അതായത് രഹസ്യമാണ്. ഇവിടെ ഈ വിഷയത്തിൽ എന്ത് രഹസ്യമാണ്? ഇത് ഓൾറെഡി പബ്ലിഷ് ചെയ്ത എല്ലാവരും വായിച്ച കാര്യം. ഇനി ആ വാദം അംഗീകരിച്ചാൽ തന്നെ എല്ലാവർക്കും അറിയാം വിഷയം എന്താണ്. ഇന്ത്യയുടെ ദേശീയ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയം. ചൈന ആക്രമിക്കാൻ വരുമ്പോൾ 3 മണിക്കൂറൊക്കെ നിസ്സംഗമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് അതിനുശേഷം ആർമി ചീഫിന് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ അറിയിക്കുന്നു. ഇത് ദേശീയ സുരക്ഷയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രശ്നമാണ്. ഗവൺമെൻറ്റിൻ്റെ ഇന്നാക്ഷൻ. ഒരു രാജ്യം, ശത്രു രാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ, ശത്രു രാജ്യം എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു, ചൈന ആക്രമിക്കാനായി വരുമ്പോൾ നിസ്സംഗമായ ഇന്നാക്ഷൻ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇന്നാക്ഷനാണ് ഏറ്റവും വലിയ പാർലമെൻറ്റ് ഇന്നാക്ഷൻ. അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു ഗവൺമെൻറ്. അത് പാർലമെൻറ്റിലല്ലാതെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ച് അനുവദിക്കാൻ പാടില്ലാത്തതാണെങ്കിലും ഇത്തരം ഒരു വിഷയം, ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തില്ല. പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്?